ഹായ് ഡിയർ ഓൾ. കഴിഞ്ഞ വീക്കെൻഡിലെ ഒരു വീഡിയോ ആണ്. നെയ്ച്ചോറിന് പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ തയ്യാറാക്കാൻ തോന്നും. അതിനായി ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്ര ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളിയും. ഞാൻ വെളുത്തുള്ളി ബൾബ് എടുത്തിട്ട് ഓരോ അല്ലിയും ഇങ്ങനെ കീറി കീറി വെക്കും. എന്നിട്ട് ഓരോന്നായി അടർത്തിയെടുക്കാൻ എളുപ്പമാണ്. ഞാൻ ഈ ചുവന്നുള്ളിയിൽ വലുതെല്ലാം ആദ്യം അങ്ങെടുക്കും, പിന്നെ ചെറുത് മാത്രമാകും. ഇപ്പോൾ അതാണ് ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത്. ഏറെ ചേർത്താൽ ഏറെ ടേസ്റ്റാണ്. ഒരു ബൾബ് വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 വലിയ പച്ചമുളകും ചതച്ച് ചേർത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് ഹോം മെയ്ഡാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ അങ്ങനെ തന്നെ അടച്ചു വെക്കാം. എല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. 2 ചെറിയ തക്കാളി ഇങ്ങനെ നീളത്തിൽ കീറിയെടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 മതി. പിന്നെ 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ നെയ്ച്ചോറിനുള്ളതും ആക്കി വെക്കുന്നുണ്ട്. ഇവിടെ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ രണ്ടും ഹാഫ് എടുത്താലും മതി. ഇനിയും ഈ ചിക്കനിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഓൾറെഡി ഇത് കുക്കറിൽ തന്നെയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ കേൾക്കുന്നത് വരെ വെച്ച് കൊടുക്കണം. ഒരു വിസിലിൽ കൂടുതൽ വെക്കാൻ അനുവദിക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടൻ തന്നെ സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കണം. 1-2 മിനിറ്റിന് ശേഷം പ്രഷർ റിലീസ് ചെയ്യിപ്പിക്കണം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അധികം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ചൊഴിച്ചു കൊടുത്താൽ മതിയാവും. എണ്ണ ചൂടാവുമ്പോൾ കുക്കറിൽ നിന്നും ചിക്കൻ പീസസ് മാത്രം എടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പാനിൽ ഇത്രയുമേ കൊള്ളത്തുള്ളൂ. ഇനിയും ഇത്രയും കൂടി ബാക്കിയുണ്ട്. ഒന്നുകിൽ വേറൊരു പാൻ വെച്ച് ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആദ്യത്തേത് ഫ്രൈ ആകാൻ വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ എയർ ഫ്രയറിലേക്ക് ബാക്കിയിട്ട് ഫ്രൈ ആക്കാൻ പോവുകയാണ്. ട്രേയുടെ അടിയിലായി ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എയർ ഫ്രയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. ട്രേയിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എണ്ണ സ്പ്രേ ചെയ്തും കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അത് അടച്ചു വെക്കാം. ഇത് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിച്ചിരി പണിയാണല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. നമ്മൾ പാനിൽ വെച്ച് ചിക്കൻ പീസസ് ഫ്രൈ ആകുന്നത് വരെ ഒന്നുകിൽ വെയിറ്റ് ചെയ്യണം. അതിനുള്ള ടൈം ഇല്ലെങ്കിൽ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ടിളക്കി അടച്ചു വെക്കാം. പെട്ടെന്ന് വഴന്നു കിട്ടുമല്ലോ. ഇത് എയർ ഫ്രയറിൽ പെട്ടെന്ന് വഴറ്റാനും പറ്റും. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ആയൊന്ന് നോക്കാം. ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ആക്കണ്ട, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതി. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. ഇനി എയർ ഫ്രയറിൽ വെച്ചിരിക്കുന്നത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങൾ ഓരോന്നും തിരിച്ചിടാൻ പാടാണ്. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടച്ചു വെച്ചേക്കാം. ഇനി സവാള വഴറ്റാൻ വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എയർ ഫ്രയറിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോഴേക്കും സവാള വഴന്നൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് 2 ടൈപ്പ് മുളകും മിക്സാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇതിന് വേണ്ട. മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും ഇളക്കിയൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴന്നു കിട്ടും.
ഇനി തക്കാളി തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുക്കറിലിരിക്കുന്ന സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി അടച്ചു വെച്ച് തിളച്ച് വരട്ടെ. എന്തൊക്കെ പണിയാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ലാസ്റ്റിൽ ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ അതെല്ലാം മറന്നു പോകും. പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. ഇനി ഈ എയർ ഫ്രയർ ബാസ്ക്കറ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ ബേക്കിംഗ് പേപ്പർ? ഇനി ഈ ബാസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചാൽ മാത്രം മതി. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അരിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെക്കാം. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകിൽ ഗ്രേവി ഇളക്കി വറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കാറുള്ളത്. ഈ ഗ്രേവിക്ക് അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് ഉപ്പോ ഗരം മസാലയോ ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീവ്സും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഗീ റൈസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു അടിപൊളി കോംബോയാണ്, ഗീ റൈസ് ആൻഡ് ചിക്കൻ റോസ്റ്റ്. ഇനിയും കുറച്ച് സാലഡും പപ്പടവും കൂടി തയ്യാറാക്കാനുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു, കിച്ചൺ ക്ലീനുമാക്കി. I expect your support. Thanks for watching and bye for now.